മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ നവംബർ 3-ാം തീയതി ഡൽഹിയിൽ പോയിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഏറ്റെടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയിച്ചിരുന്നു. അതനുസരിച്ച് ഒത്തിരി അധികം ബ്രോഷറുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള 35 വിഷയങ്ങളിൽ 34 ഷീറ്റ് സ്റ്റാപ്പിൾ ചെയ്തിട്ട് 10,000-കണക്കിന് കോപ്പികൾ ജനങ്ങൾക്ക് എത്തിക്കുന്നുണ്ട്. പ്രിന്റിംഗ് ചാർജ് മാത്രം എടുത്തിട്ട് ഇത് ഓരോ ഷീറ്റും ഓരോ വിഷയമാണ്. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന വാഗ്ദാനമാണ്. അവർ വിലയിരുത്തണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല. പക്ഷേ ആദ്യത്തേത് സനാതനധർമ്മം പഠിപ്പിക്കാനൊരു സിലബസ്, രണ്ടാമത്തേത് ഭാരതീയ ആചാരങ്ങളെക്കുറിച്ചുള്ളത്, മൂന്നാമത്തേത് ക്ഷേത്രാചാരങ്ങളെക്കുറിച്ച്, നാലാമത്തേത് നമ്മുടെ ഗ്രന്ഥങ്ങളുടെ ക്ലാസിഫിക്കേഷൻ, അഞ്ചാമത്തേത് കംപ്ലീറ്റ് ഗ്രന്ഥങ്ങളെക്കുറിച്ചിൻ്റെ ഔട്ട്ലൈൻ, പിന്നെ ഭഗവത്ഗീതാൻ്റെ മാനേജ്മെന്റ്, പിതൃകർമ്മം സാധാരണക്കാർക്ക് നടത്താനുള്ളതിൻ്റെ അർത്ഥവും വ്യാപ്തിയും, യോഗ എന്താണ്, അത് തെറ്റിദ്ധരിക്കപ്പെടുന്നത് എങ്ങനെയാണ്, നമ്മുടെ നിത്യജീവിതത്തിൽ ദിവസം, ആഴ്ച, മാസം, വർഷം അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ, പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങൾ കുറേ നീറ്റും ക്ലീനുമായിട്ട് വെക്കേണ്ടതിൻ്റെ ആവശ്യങ്ങൾ, പിന്നെ എല്ലാ ഉപനിഷത്തുക്കളുടെയും പേരുകൾ, 108 ഉപനിഷത്തുക്കളുടെ പേരുകൾ, സ്മൃതികളുടെ പേരുകൾ, പുരാണങ്ങളുടെ പേരുകൾ, ഇതൊന്നും ആർക്കും അറിഞ്ഞൂടാ. പിന്നെ ശിവനുമായിട്ട് ബന്ധപ്പെട്ട സയന്റിഫിക് കാര്യങ്ങൾ, വേദമന്ത്രം പഠിക്കേണ്ടതിനെക്കുറിച്ച്, ത്രിമൂർത്തി ത്രിശക്തി സങ്കല്പത്തിൻ്റെ പുറകിലുള്ള സയൻസ്, വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഭയം ഒഴിവാക്കാനുള്ള മാർഗരേഖ, പിന്നെ ഇംഗ്ലീഷിലെ ഇന്ത്യൻ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ലൈഫ് സ്കിൽ മാനേജ്മെന്റ്, പിന്നെ ഭാരതത്തിലെ 64 വിജ്ഞാന ശാഖകൾ, പിന്നെ ഭാസ്കര നമ്പർ സിസ്റ്റം ഭാരതത്തിൽ എങ്ങനെ ഉപയോഗിച്ചിരുന്നു, ഭൂതസംഖ്യ അല്ലെങ്കിൽ ഭാസ്കര നമ്പർ സിസ്റ്റം, പിന്നെ കടവയാതി നമ്പർ സിസ്റ്റവും ആര്യഭട്ടീയ നമ്പർ സിസ്റ്റവും, അതേപോലെ മഹാസങ്കല്പത്തിന്റെ പുറകിലുള്ള പ്യൂവർ മാത്തമാറ്റിക്സും സയൻസും, ഫിസിയോളജിക്കലി ബെനിഫിഷ്യൽ സദാചാരാസ്, ആത്മീയതയും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എങ്ങനെ ഇതാക്കാം, വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സും മാതാപിതാക്കൾക്കുമുള്ള മെസ്സേജസ്, സയന്റിഫിക് ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ മാത്തമാറ്റിക്സ്, 30 പോയിന്റ് ഫോർ ദ ടീച്ചേഴ്സ് ഓൺ ഇന്ത്യൻ അപ്രോച്ച്, 30 പോയിന്റ്സ് ഫോർ ദ ടീച്ചേഴ്സ് ഇന്ത്യൻ അപ്രോച്ച് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട്, വാല്യൂസ് ഇൻ ലൈഫ് ആൻഡ് പ്രൊഫഷൻ ഇങ്ങനെയാണ്. മാത്തമാറ്റിക്കൽ ഹെറിറ്റേജ് രണ്ടാമത്തെ ഷീറ്റ്, അതുപോലെ അന്ധവിശ്വാസവും അനാചാരവും ദുരാചാരവും അതെങ്ങനെ ഇല്ലാതെയാക്കാം, എന്താണ് അന്ധവിശ്വാസം, ഓരോ ഗ്രന്ഥങ്ങളും എങ്ങനെയാണ് ഡെവല്യൂഷൻ തിയറിയിലൂടെ ഭാരതത്തിലുണ്ടായത്, ഈശാവാസ്യ ഉപനിഷത്തിന്റെ സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, ഇങ്ങനെ ഈ ബണ്ടിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്തൊരു 2-3 മാസം കൊണ്ട് ഇതാണ്ട് 100 ഷീറ്റ് ഇതേപോലെ കൊണ്ടുവരുന്നുണ്ടാവും ജനങ്ങളിൽ എത്തിക്കാൻ. നമ്മുടെ ധർമ്മവും നമ്മുടെ പൈതൃകവും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പഠിപ്പിക്കാൻ ഏത് പുസ്തക എവിടെയാ പോവാ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമാണ് ഈ ഷീറ്റുകൾ. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ കാരണം ബോംബെയിൽ ആണെന്ന് തോന്നുന്നു നടന്ന ഇന്ത്യൻ നാഷണൽ സയൻസ് കോൺഗ്രസിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി, ഭാരതത്തിലെ പൈതൃകം സാംസ്കാരിക പൈതൃകത്തിലെ ശാസ്ത്രീയ കാര്യങ്ങൾ, സയന്റിഫിക് ടെക്നോളജിക്കൽ ഹെറിറ്റേജ് അല്ല, അത് വേണമെങ്കിൽ ഉൾപ്പെടുത്താം, സാംസ്കാരിക പൈതൃകത്തിലെ ശാസ്ത്രീയ വീക്ഷണങ്ങൾ, അത് പഠിക്കാൻ അത് പഠിപ്പിക്കാൻ ശാസ്ത്രജ്ഞന്മാർ മുമ്പോട്ട് വരണമെന്ന് പറയേണ്ടായി. അതനുസരിച്ച് അങ്ങനെ ഒരു വിഷയത്തിൽ താല്പര്യമുള്ള ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയെ അപ്പോയിന്റ് ചെയ്തു പ്രധാനമന്ത്രി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ. അദ്ദേഹം വിളിച്ചു കൂട്ടിയ സമ്മേളനത്തിലായിരുന്നു. നവംബർ 2-ാം തീയതി ഞാൻ പോയിട്ട് നവംബർ 3-ാം തീയതി ഫുള്ളി ഡിസ്കഷനായിരുന്നു. നമ്മൾ ഏറ്റെടുത്ത കുറേ ദൗത്യങ്ങൾ ഇതേ രീതിയിൽ ചെയ്യുന്നു. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. പഠിപ്പിക്കാൻ എവിടെയൊക്കെ സാധിക്കുമോ ആ ഷീറ്റ്
ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓരോ ഷീറ്റും ഒന്ന് വായിച്ചാൽ തന്നെ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാവും. ഒരു വലിയ പുസ്തകം മുമ്പിൽ വെച്ച് വായിച്ചു പഠിക്കുന്നതിനേക്കാളും നല്ലത് ഇതുമാതിരി കൂടിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിനകത്തും പുറത്തുള്ളവർ. നിങ്ങൾക്ക് കൂടുതൽ കോപ്പികൾ വേണമെങ്കിൽ ഇതിന് പ്രിന്റിംഗ് കോസ്റ്റ് ഉണ്ട്, കൊറിയർ ചാർജും ഉണ്ട്. 35 ഷീറ്റിന് 60 രൂപയാണ്. ആ എമൗണ്ട് പറയാൻ കാരണം വേണമെന്ന് പറയുന്നവർ എഴുതുകയാണെങ്കിൽ 5 സെറ്റോ 10 സെറ്റോ ഇവിടുന്ന് അയച്ചു തരാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും എന്നറിയാം. വലിയൊരു യജ്ഞമായിരിക്കും നമ്മൾ ഓരോരുത്തരും ഇതിലൂടെ ചെയ്യുന്നത് എന്ന് ഉറച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്നലെ ആറ്റിങ്ങലിൽ ധാരാളം കോപ്പികൾ ചിലവായി. മിനിഞ്ഞാന്ന് പുനലൂർ കൊണ്ടുപോയതെല്ലാം ചിലവായി. ആകാംക്ഷയോടുകൂടിയാണ് ആൾക്കാരത് വാങ്ങിക്കുന്നതെന്ന് കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.